മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിസ്ഥാനത്തേക്ക് നീങ്ങുന്നു. കാരണം എക്സാലോജിക് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രസൻറ്റ് ചെയ്യേണ്ടോ നമുക്കറിയില്ല. അത് പ്രസൻറ്റ് ചെയ്യണം. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് സെക്ഷൻ 212 പ്രകാരം, കമ്പനീസ് ആക്ട് 212 പ്രകാരം രജിസ്ട്രാറിന് അയച്ചു കൊടുക്കണം. അത് 12 മാസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ 15 മാസം വരെ സമയമുണ്ട്. അതിനകം കമ്പനീസ് ആക്ട് 212 പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആ കമ്പനി രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. പക്ഷേ വീണ വിജയൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. കാരണം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരുടെ സോഴ്സ് ഓഫ് ഇൻകം അത് CMRലാണ്. അത് അവർക്കൊരു സർവീസും ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആ പണം വന്ന് എന്തിന് എന്നുള്ള ചോദ്യം വരും. അനധികൃതമായി പണം സമ്പാദിച്ചത് അത് എങ്ങനെ വന്നു, എങ്ങനെയാണ് ആ കമ്പനിയിൽ ഇവർ പണം ആവശ്യപ്പെട്ടത്, എന്ത് കെയർ ഓഫിലാണ് ആവശ്യപ്പെട്ടത്, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ CMRL എന്ന് പറയുന്നത് KSIDCയുടെ 14% ഓഹരിയുള്ള സർക്കാർ കമ്പനിയാണ്. അങ്ങനെയുള്ള കമ്പനി എത്ര ലാഭം കിട്ടുന്ന കമ്പനിയാണെങ്കിലും ശരി, രാഷ്ട്രീയക്കാർക്ക് ലാഭത്തിൻ്റെ വീതം അവർക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയില്ല. 291A പ്രകാരം അത് കൊടുക്കാൻ കഴിയില്ല. കള്ളപ്പണം വെളുപ്പിച്ചത് അവിടുന്ന് നിയമലംഘനം തന്നെ, വെളുപ്പിക്കുന്നത് നിരോധന നിയമലംഘനത്തിൻ്റെ അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് ഇതൊരു കുറ്റകരം ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാര്യം വന്നാൽ തീർച്ചയായിട്ടും കമ്പനീസ് ആക്ടിനകത്ത് അനധികൃത ട്രേഡിങ്ങോ അനധികൃതമായ ട്രാൻസാക്ഷനോ ഉണ്ടായാൽ CBIക്ക് ആ കേസ് അന്വേഷിക്കാൻ അവകാശമുണ്ട്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ യൂണിറ്റാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അവർ ഈ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞു. കാരണം കോർപ്പറേറ്റ് ബോഡി അവരുടെ പ്രാഥമിക അന്വേഷണം നടത്തി ഇതിനകത്ത് ഗുരുതരമായ ചട്ടലംഘനവും അനധികൃതമായ മണി ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള എല്ലാ SFIക്ക് അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് കൈമാറിക്കഴിഞ്ഞു. അവർ ആ കേസ് അന്വേഷണം തുടങ്ങി. അത് പെട്ടെന്ന് അന്വേഷണം തീർക്കാനുള്ള കാര്യമുള്ളൂ. ഈ വീണ വിജയൻ്റെ അവരുടെ അക്കൗണ്ടുകൾ, അവർക്ക് കിട്ടിയ പണം, ആ പണം എങ്ങോട്ട് പോയി, അതെന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ആ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിൽ കടക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ പർപ്പസ് എന്താണ്, ആ പണം കൊടുത്തതിൻ്റെ, അത് ഏത് രീതിയിലാണ് അവർക്ക് പണം, അവരും ഈ കമ്പനിയായിട്ടുള്ള ബന്ധം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇനി മുന്നോട്ട് വരും. അതുകൊണ്ട് CBI പോലെ തന്നെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും ആളെ അറസ്റ്റ് ചെയ്യാനും റിമാൻഡ് ചെയ്യാനും അധികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു വയലേഷൻ ഉണ്ട് എന്ന് മനസ്സിലായാൽ, ഫ്രോഡ് നടന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് അറസ്റ്റ് ഉണ്ടാവും. ഈ കേസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്നലെ അസംബ്ലിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. മകൾക്ക് ആ എക്സാലോജിക് കമ്പനി തുടങ്ങാനായിട്ട് അത് ആ കുട്ടിയുടെ അമ്മ, മുഖ്യമന്ത്രിയുടെ ഭാര്യ, അവരുടെ പെൻഷൻ ആനുകൂല്യമുള്ള പണം കൊണ്ട് തന്നെയാണ് അത് തുടങ്ങിയത്. അത് വരക്കം കറക്റ്റായിരിക്കാം. എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, നമ്മുടെ കൈ ശുദ്ധമാണ്, ക്ലീനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മകൾ ആ രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പണം അനധികൃതമായി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രിക്ക് ഒരു ബാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. മക്കൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അദ്ദേഹം കൂട്ടുനിന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ലയബിലിറ്റി വരികയുള്ളൂ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, രാഷ്ട്രീയമായ സ്വാധീനവും അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള ആ പരിഗണന വെച്ചിട്ടാണ് ഒരു CMRL പണം കൊടുത്തു എന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ ഇല്ലയോ എന്നാണ് നമുക്കിനി സംശയിക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെ പണം കൊടുത്തു, എന്തിനു കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് CMRLനും കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള സർവീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണം കൊടുത്താലും കുഴപ്പമില്ല.
അതുകൊണ്ട് ആ എക്സാലോജിക്കിൻ്റെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവർ ചോദ്യം ചെയ്യുമ്പം പറയുന്നതനുസരിച്ചില്ലും കാര്യങ്ങൾ അതിനകത്ത് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഇടപെടണമെന്നുണ്ടെങ്കിൽ KSIDCയുടെ കെയർ ഓഫിൽ ഇടപെടാൻ പറ്റുള്ളൂ. KSIDCക്ക് അത് ധനകാര്യമന്ത്രിയുടെ കീഴിലുള്ളതാണ്. അദ്ദേഹമാണ് അത് നോക്കേണ്ടത്. അദ്ദേഹം അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി വരുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്നലെ അസംബ്ലിയിൽ അദ്ദേഹം ആ കാര്യം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും മുഖ്യമന്ത്രി ആയകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് പണം കൊടുത്തത് അങ്ങനെയാണ് എന്ന് CMRL പറയുമോ ഇല്ലയോ നമുക്കറിയില്ല. CMRL തീർച്ചയായിട്ടും ഏത് സാഹചര്യത്തിലാണ് ആ പണം കൊടുത്തതെന്ന് പറയേണ്ടി വരും. അതുതന്നെയല്ല, കേരളത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരും അവിടുന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. 10-12 ഉന്നത രാഷ്ട്രീയക്കാരുടെ പേരുകൾ വെളിയിലോട്ട് വന്നു, ബാക്കിയുള്ളവരുടെ പേരുകൾ വന്നിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തു, PV എന്ന പേര് തന്നെയാണ് കൊടുത്തതെന്ന് പറയുന്നു. അതേപ്പറ്റിയും ഏതായാലും ഉടനെ അന്വേഷണം നടത്തി അതിനും തീർച്ചയായിട്ടും ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ പണം ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റകാരൻ തന്നെയായിട്ട് വരും. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ പരീക്ഷണത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ SFIയുടെ അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉടൻ തന്നെ വെളിവാകും. അദ്ദേഹത്തിന് അതിനകത്ത് യാതൊരു ബാധ്യതയില്ലെങ്കിലും ബാധ്യതയില്ല എന്നാണ്. മകളുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് മാത്രം മുഖ്യമന്ത്രിയെ പഴിചാരാൻ കഴിയില്ല, അദ്ദേഹത്തിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യത്തിൽ ഏതെങ്കിലും ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അത് വേറെ മന്ത്രിമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനോ അല്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു കേസിൻ്റെ അന്വേഷണം വളരെ പെട്ടെന്ന് തീർക്കും. കാരണം അതിനകത്ത് ഇവരുടെ കൊടുക്കൽ വാങ്ങലും അല്ലെ റെമിറ്റൻസ് മാത്രം നോക്കിയാൽ മതി. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയക്കാർക്കെതിരായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്പോർട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്ന് നടക്കും എന്നറിയുന്നത്. സൈമൾട്ടേനിയസായിട്ട് അതുകൂടെ പോകും. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളുടെ ആ എക്സാലോജിക്കിൻ്റെ ഇഷ്യൂ ആണ് ഇപ്പം രാഷ്ട്രീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിക്കാർ പലയിടത്തും സംഭാവന വഹിക്കുന്നത് തെറ്റല്ല, കുഴപ്പമല്ല. പക്ഷേ ഇവിടെ ഇപ്പം KSIDC എന്ന് പറയുന്നത് സർക്കാരിൻ്റെ 14% ഷെയറുള്ള കമ്പനിയാണ്. അവർക്ക് രാഷ്ട്രീയക്കാർക്ക് പണം ഇതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു നിയമം 293A കിടപ്പുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും വെളിയിലേക്ക് വരും എന്ന് ഞാൻ കരുതുന്നു.